അപ്പോൾ എന്തായാലും ഞങ്ങളിവിടുന്ന് നമ്മുടെ ഒരു ചെറിയൊരു ട്രിപ്പാണ്. നമ്മൾ കൊച്ചി ടു കോഴിക്കോട് ഒരു ഫ്ലൈറ്റ് യാത്രയാണ് കേട്ടോ. അപ്പം സത്യം നമ്മൾ പിള്ളേരെ കൊണ്ടൊക്കെ പോകാമെന്ന് ചെറിയൊരു ഞാൻ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയാം. നമുക്ക് അപ്പോൾ നമ്മൾ യാത്ര പോകുന്നത് അങ്കമാലി നിന്നാണ് കേട്ടോ. ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തൊക്കെ നമ്മൾ കൊച്ചിയിൽ നിന്നാണ്. എന്തായാലും ഫ്ലൈറ്റിലൊക്കെ പോകുന്നത് വലിയ കാര്യം, നമുക്ക് പിള്ളേരെ സംബന്ധിച്ച് അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇതുവരെ അവരോട് പറഞ്ഞിട്ടില്ല, നമ്മളിവിടെ നേരെ ഒരു ബീച്ചിൽ പോകണമെന്ന് ഇപ്പോൾ വണ്ടിയിലിരിക്കുന്നത്. വണ്ടി എന്തായാലും നമുക്ക് കൊണ്ട് പാർക്ക് ചെയ്ത് എയർപോർട്ടിൽ ചെല്ലുമ്പോഴേ അവർക്ക് അറിയാവുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങൾ നമുക്കപ്പോൾ കാണാം. ഞാൻ പറഞ്ഞോ ചേച്ചി. ഇത് നമ്മൾ വണ്ടി നമ്മുടെ അങ്കമാലി സ്റ്റേഷനിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. തിരിച്ച് നമ്മൾ ട്രെയിനിനാണ് വരുന്നത്, അങ്ങോട്ട് ഫ്ലൈറ്റിനാണ്. അപ്പം അതുകൊണ്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. 100 രൂപ പാർക്കിംഗ് ചാർജ്. പിന്നെ നേരെ ഇവിടെ ബസ്സിന് കയറി നമുക്ക് അത്താണി ഇറങ്ങണം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ അങ്കമാലി ബസ് സ്റ്റാൻഡ്, അങ്കമാലി പ്രൈവറ്റ് സ്റ്റാൻഡ് കേട്ടോ. ഇപ്പോൾ ഉള്ളത് അങ്കമാലിയിലാണ്. അപ്പം നമ്മൾ തിരിച്ച് ട്രെയിനിന് വരുന്നതുകൊണ്ടാണ് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി പാർക്ക് ചെയ്തത്. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് അങ്കമാലിയിൽ നിന്ന് അത്താണി പോകണം. അത്താണി ബസ്സുണ്ട്, KSRTC ബസ്സിൻ്റെ അവിടെ നിന്ന് ഇറങ്ങണം. അവിടെ ഇറങ്ങിയ ശേഷം നമുക്ക് അവിടെ നിന്ന് നമ്മുടെ അത്താണി ഇറങ്ങിയതിന് ശേഷം എയർപോർട്ടിലോട്ട് ആലുവ എന്നൊരു ഫീഡർ ബസ്സുണ്ട്. 15 മിനിറ്റ് കൂടുമ്പം എയർപോർട്ടിൻ്റെ അകത്ത് ടെർമിനലിൻ്റെ അകത്ത് വിടുന്നൊരു ഫീഡർ ബസ്സുണ്ട്. അപ്പോൾ അത് എല്ലാവരും കൂടെ നടന്ന് ഫ്ലൈറ്റിൽ കയറാൻ പോകണം കേട്ടോ എല്ലാവരും കൂടെ. നമ്മൾ അങ്കമാലിയിൽ നിന്ന് ബസ് കയറി അത്താണി ഇറങ്ങി. ഇനി ഇവിടെ നിന്നൊരു ഫീഡർ ബസ്സുണ്ട് എയർപോർട്ടിലോട്ട്, ആ ബസ്സിനോട് പോകാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ജയിക്കിനും ജോബാനും രണ്ടുപേർക്കും അറിയാതിട്ട് എങ്ങോട്ടാണ് പോകുന്നുള്ളത്. നമ്മളിപ്പം ബസ്സിലിറങ്ങി അത്താണി ഇറങ്ങി നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണ് പോകുന്നത്. നമ്മൾ ഇവിടെ നിന്നൊരു ഫീഡർ ബസ്സുണ്ട് എയർപോർട്ടിലോട്ട്. അപ്പോൾ നമ്മൾ ആ ബസ്സിന് എയർപോർട്ടിലോട്ട് പോകണം. ഈ ബസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആലുവ മെട്രോ സ്റ്റേഷനാണ്. മെട്രോ സ്റ്റേഷൻ ടു എയർപോർട്ടാണ് കേട്ടോ. റേറ്റ് വന്നിട്ട് ഒരാൾക്ക് 80 രൂപയാണ് കേട്ടോ. അത് ആലുവ ടു എയർപോർട്ടാണ്. നമ്മൾ കയറി അത്താണി എന്നാണ്. അത് എവിടെ നിന്ന് കയറിലും അതിൻ്റെ മിനിമം ചാർജ് 80 രൂപയാണ്. അപ്പം നമ്മുടെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി നേരെ അടുത്ത് പോകുന്ന നമ്മുടെ ഒരു ലോഞ്ചുണ്ട്, അങ്ങോട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ എർത്ത് ലോഞ്ച്. നമുക്ക് ക്രെഡിറ്റ് കാർഡ് വെച്ച് ഇവിടെ ആക്സസിബിൾ ആണ്. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കണം അകത്ത് കയറിയിട്ട്. എന്തായാലും ഇവിടെ എയർപോർട്ട് ആക്സസ് ലോഞ്ചുള്ള കാർഡുകൾ നമുക്ക് ഇതുപോലെ ഈ ആക്സസ് നമുക്ക് 2 രൂപയ്ക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം വെറും 2 രൂപ നമ്മുടെ കാർഡ് ആയത്. അതുപോലെ ഡെബിറ്റ് കാർഡും ഉണ്ട്, ക്രെഡിറ്റ് കാർഡും ഉണ്ട് കേട്ടോ. നമ്മുടെ ഒരെണ്ണം നമ്മൾ ഡെബിറ്റ് കാർഡാണ് എടുത്തത്. എല്ലാ സാധനവും നമുക്ക് അൺലിമിറ്റഡ് എടുക്കാം കേട്ടോ. അൺലിമിറ്റഡ് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ ബിരിയാണി ഉണ്ട്, ഹൈദരാബാദി ബിരിയാണി ഉണ്ട്. അപ്പം ഫുൾ അൺലിമിറ്റഡ് ആണ്. ഈ സാധനങ്ങളൊക്കെ അൺലിമിറ്റഡ് ആണ്, നമുക്ക് എത്ര എടുക്കാൻ കേട്ടോ. അപ്പോൾ അത് ഇവിടെ നമ്മുടെ എയർ ഇന്ത്യയുടെ ഒരു ഫ്ലൈറ്റ് അത് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ്. നമ്മളപ്പോൾ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എന്തായാലും ഇത്രയും ഫുഡൊക്കെ നമ്മുടെ ആണ് കേട്ടോ. ഇവിടെ വരുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ നമ്മുടെ കാർഡ് ആക്സസ് ഉണ്ടെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ഫുഡാണ്. ക്രെഡിറ്റ് കാർഡ് മാത്രം നമുക്ക് ഡെബിറ്റ് കാർഡിലും അവർ ചെക്ക് ചെയ്തവരണം നമ്മൾ പറയും. നമ്മുടെ കാർഡ് കൊടുത്തവർക്ക് അപ്പോൾ തന്നെ അറിയാൻ പറ്റും ആക്സസ് ലോഞ്ച് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെ വന്നിരിക്കുക എന്നുള്ളതൊരു പിള്ളേരുടെ ഒരു ആഗ്രഹം കൊണ്ട് നമ്മൾ വന്നതാണ്. ആ ഫ്ലൈറ്റ് ഇപ്പോൾ ടേക്ക് ഓഫിന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവർക്കും നല്ല എൻജോയ്മെൻറ്റ് തന്നെ ആയിരുന്നു കേട്ടോ. ഇവന്മാരെ ശരിക്കും നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് ഫ്ലൈറ്റ് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ രണ്ടുപേരും നല്ല ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഫ്ലൈറ്റിന് ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഫ്ലോറിൽ വന്ന ഫുഡ് കോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഫുഡ് കോർട്ട് എല്ലാം ഉണ്ട്. അവിടെ ഒരു KFC ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഇവിടെ ഒരു ബാറുണ്ട്, ഹാങ്ങർ ബാർ എന്ന ബാറുണ്ട്. ഇവിടെ ചാർജബിളാണ് കേട്ടോ. എന്തായാലും വന്ന സ്ഥിതിക്ക് ഞാൻ ബാറിൽ കയറി ഒരു ചെറിയ ബിയറൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ ഇരുന്ന് കേട്ടോ. ബിയർ നല്ല റേറ്റാണ് കേട്ടോ. നമ്മൾ വെളിയിലുള്ളതിനേക്കാളും ഡബിൾ റേറ്റാണ് വരുന്നത്. 480 രൂപ അടുപ്പിച്ച്, 480, 500 രൂപ അടുപ്പിച്ച് വരും ടാക്സ് അടക്കം. പിന്നെ നമ്മൾ ചെറിയൊരു ബിയറൊക്കെ വാങ്ങിച്ച് അവിടെ നിന്ന് ബിയർ കഴിച്ച ശേഷം നേരെ അപ്പുറത്ത് നമ്മുടെ ലോഞ്ചിലോട്ട് തന്നെ പോയി. അപ്പോൾ എന്തായാലും നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോകണം. അപ്പം ഫ്ലൈറ്റിൽ കയറുന്ന ഒരു ബോർഡിംഗ് പാസ് ഒന്നുകൂടെ ചെക്ക് ചെയ്യും. അപ്പോൾ എന്നിട്ട് നമ്മൾ പിന്നെ അകത്തോട്ട് പോകണം കേട്ടോ. വളരെ ചെറിയൊരു ഫ്ലൈറ്റാണ്. അപ്പോൾ നമ്മളിവിടെ അകത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ നമുക്ക് ബാക്കി ഇൻസ്ട്രക്ഷൻസൊക്കെ തരുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഫ്ലൈറ്റ് റൺവേയിൽ നിന്ന് പറന്നു ഉയരാൻ പോവുകയാണ്. നമ്മൾ കൊച്ചി എയർപോർട്ടിനോട് യാത്ര പറഞ്ഞ് നേരെ കോഴിക്കോട്ടോട് പോവുകയാണ്. അപ്പോൾ ഇത് ഒത്തിരി സമയമുള്ള യാത്രയൊന്നുമില്ല കേട്ടോ. ഏകദേശം ഒരു 25 മിനിറ്റ് നമ്മളിവിടെ നിന്ന് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തൊരു എനിക്ക് തോന്നുന്നൊരു നമുക്കൊരു 10 മിനിറ്റ് മേളിൽ കിട്ടുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് കോഴിക്കോട് എത്തും, ലാൻഡ് ചെയ്യാനുള്ള സമയമാവും. അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പിള്ളേർക്ക് ഒരു സന്തോഷം. നമ്മൾ ആ ഒരു ഇതുകൊണ്ട് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ കോഴിക്കോട് എയർപോർട്ട് എത്താറായി. എൻ്റെ ഫ്ലൈറ്റ്
ലാൻഡ് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ കോഴിക്കോട് എത്താറായിട്ടുണ്ട്. ഏകദേശം ഒരു 20 മിനിറ്റേ ഉള്ളൂ കേട്ടോ യാത്ര. ഇപ്പോൾ ഈ ഫ്ലൈറ്റ് കണക്റ്റിംഗ് ഫ്ലൈറ്റാണ്. ഇവിടെ നിന്ന് നേരെ ഈ ഫ്ലൈറ്റ് ബാംഗ്ലൂരോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ടിക്കറ്റ് റേറ്റ് വന്നിട്ട് നമുക്ക് ഒരാൾക്ക് 1290 രൂപയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ 4 പേരുടെ ടിക്കറ്റ് എടുത്തു. പറഞ്ഞത് നമ്മുടെ 1290 പറഞ്ഞാൽ ബേസ് ഫെയർ ആണ് വരുന്നത്. അതിനുശേഷം നമ്മുടെ ടാക്സ് കൺവീനിയൻസ് ഫീലെല്ലാം വരുമ്പം 4 പേർക്ക് കൂടെ ആയ റേറ്റ് എന്ന് വെച്ചാൽ 8600 രൂപയാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു യാത്ര തന്നെയായിരുന്നു. നമ്മളിപ്പോൾ എന്തായാലും ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ ഇവിടെ വന്ന് ഇതാണ് നമ്മൾ വന്ന ഫ്ലൈറ്റ്. നമ്മളപ്പോൾ ഇവിടെ നിന്ന് കോഴിക്കോട് ഇറങ്ങി. നമ്മുടെ കൊച്ചിയെക്കാട്ടിലും ചെറിയ എയർപോർട്ടാണ് കേട്ടോ കോഴിക്കോട്. അപ്പോൾ നമ്മൾ വന്ന സമയത്ത് ഈ ഒരു ഫ്ലൈറ്റ് മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ഒരു റേറ്റ് എപ്പോഴും അവൈലബിൾ ആവണമെന്നില്ല. ചില സമയം ഏറ്റവും കുറഞ്ഞ ബേസ് റേറ്റാണ് 1250 എന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ അതിനേക്കാളും ചില ദിവസങ്ങളിൽ റേറ്റ് കൂടുതലായിരിക്കും. അതൊക്കെ സീസൺ അനുസരിച്ച് റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. ചിലപ്പോൾ 3000 രൂപ ആയിരിക്കും. അപ്പോൾ നമ്മളെന്തായാലും ഈ ടിക്കറ്റ് 2 മാസം മുന്നേ ബുക്ക് ചെയ്ത ടിക്കറ്റാണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു റേറ്റിൽ ടിക്കറ്റ് കിട്ടിയത് തന്നെ. അപ്പോൾ എന്തായാലും നമ്മൾ കോഴിക്കോട് എയർപോർട്ടിൻ്റെ വെളിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ ഇവിടുന്ന് കോഴിക്കോട്ടൊക്കെ എത്തിയ സ്ഥിതിക്ക് നമ്മൾ വൈകിട്ട് ഇവിടുന്ന് ട്രെയിനിനാണ് തിരിച്ചു പോകുന്നത് രാത്രി 10 മണിക്ക്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് കോഴിക്കോട് കറങ്ങാനുള്ള ടൈമുണ്ട്. സമയം ഏകദേശം 2:30 ആയിട്ടേ ഉള്ളൂ. നമുക്കിനി കോഴിക്കോട് ബീച്ച് കുറച്ച് സ്ഥലങ്ങളൊക്കെ കറങ്ങാനുണ്ട്. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത സമയത്ത് ആ ഒരു കുറച്ച് ടൈമിൽ 2 മണിക്കൂർ എന്തോ മാത്രമേ റേറ്റിൽ ടിക്കറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ 3000-3500 ഒക്കെ ആയി. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇന്ത്യയുടെ സൈറ്റിലെ മേക്ക് മൈ ട്രിപ്പ് അതൽ സൈറ്റിൽ ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് റേറ്റ് അറിയാൻ പറ്റും. എന്തായാലും നിങ്ങളുടെ ട്രാവൽ പ്ലാൻ ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മൾ പിള്ളേരുടെ ഒരു ആഗ്രഹം അങ്ങനെയാണ് നമ്മൾ ഫ്ലൈറ്റ് കയറി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഇവിടുത്തെ വീഡിയോസ് ബാക്കിയുള്ളവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോകണം. മുട്ടായി തെരുവ്, അതുപോലെ കോഴിക്കോട് ബീച്ച്, അങ്ങോട്ടൊക്കെ പോകാൻ പ്ലാൻ ചെയ്ത് നമ്മൾ തിരിച്ച് രാത്രി 10:30-ക്കാണ് ട്രെയിന്. അപ്പോൾ അടുത്ത അപ്പോൾ ഇതാണ് നമ്മുടെ കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ ഇവിടെ നമ്മളിനി ബസ് കിട്ടണമെങ്കിൽ ഇവിടെ അകത്ത് ബസ്സൊന്നും വരത്തില്ല കേട്ടോ. ബസ് കിട്ടണമെങ്കിൽ നമ്മളിവിടെ നിന്ന് ഓട്ടോയ്ക്ക് കയറി താഴെ പോകണം. 50 രൂപ ഓട്ടോ ചാർജ് ആവുന്ന ഒരാൾ പറഞ്ഞു. അവിടെ നമ്മൾ കോഴിക്കോട് ബസ്സിന് പോകണം. നമ്മൾ അവിടെ നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങി നമുക്ക് നേരെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനാണ് പോകേണ്ടത്. അപ്പോൾ അവിടെ നിന്ന് ഓട്ടോസിൽ ഒരു 50 രൂപ അങ്ങോട്ട് ഈ ഒരു ജംഗ്ഷനിൽ വരണം. കൊളത്തൂർ ജംഗ്ഷൻ എന്നാണ് പറയുന്നത്. നമ്മളവിടെ നേരെ ഫ്ലൈറ്റ് ഇറങ്ങി നേരെ ബസ് സ്റ്റാൻഡിലൂടെ വന്നിട്ട് ഇവിടെ നമുക്ക് കോഴിക്കോട് ബസ് കിട്ടും. എയർപോർട്ടോട്ട് ബസ് കുറവാണ്, ഇടയ്ക്കൊക്കെ ബസ് ഉള്ളതെന്നാണ് അറിയാൻ പറ്റിയത്. നമ്മളിവിടെ നിന്നൊരു ബസ്സിൽ കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ട്രിവാൻഡ്രത്തുള്ളവരോട് നല്ല സ്പീഡിലാണ് ബസ് പോകുന്നത്. അപ്പോൾ അത് ഈ തൊട്ടടുത്തിരിക്കുന്ന ഫാമിലി നമ്മളുടെ ഫ്ലൈറ്റിലുണ്ടായിരുന്നുണ്ട്. അവർ ആദ്യമായിട്ട് തന്നെ ഫ്ലൈറ്റിൽ കയറിയാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടുന്ന് കോഴിക്കോട് എത്താറായി. ഒരു 50 മിനിറ്റ് യാത്രയുണ്ട് കേട്ടോ ബസ്സിൽ. അപ്പോൾ സമയം ഏകദേശം 4 മണിയായി. നമ്മളിപ്പം കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്തായാലും ഒരു ചായ കുടിച്ച് ചെറിയൊരു കറക്കം കോഴിക്കോട് ബീച്ച് മിഠായി തെരുവ്. അപ്പോൾ എന്തായാലും കോഴിക്കോടിൻ്റെ വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.